ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും കട്ടയുണ്ടാവാൻ പാടില്ല, നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടണം. ഇനി അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും പച്ചമുളകും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് തുടങ്ങാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ പൊരിക്കാനുള്ള മാവാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ രീതിയിലാണ് ആക്കി എടുക്കേണ്ടത്. ഇനി ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പീസിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ പീസ് ബ്രെഡ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടലപ്പൊടിയുടെ മാവിലേക്ക് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ടെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ടച്ചാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ആയതിന് ശേഷം ഇത് തിരിച്ചും കൂടി ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.